കിരൺ, ഇവിടെ നമുക്ക് കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. ഇത് എന്താ ടെഹ്റാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നത് ടെഹ്റാനകത്ത് ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. ഖത്തർ മീഡിയ, ഖത്തറിൽ നിന്ന് ഡിഫൻസ് മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം പറയുന്നു അവിടെ എനർജി ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ലിത്വാനിയൻ ഗ്യാസ് ഫീൽഡ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ കിരൺ സൂചിപ്പിച്ച പോലെ ഈ ഒമാൻ്റെ മാരിടൈം സെക്യൂരിറ്റി സെൻറ്റർ അവിടെ നിന്ന് ഒരു ഓയിൽ ടാങ്കർ അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. MKD വയോം എന്ന ഓയിൽ ടാങ്കറിന് നേരെയാണ് അറ്റാക്ക് ഉണ്ടായത്. അത് ഒരു സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഒരു ബോട്ട് നേരെ വന്നുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നത്. അത് മസ്കറ്റിന് 52 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇതിൽ നടന്നിരിക്കുന്നു, അറ്റാക്ക് നടന്നിരിക്കുന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് അവിടെ ഇതിന് തീപിടിച്ചു, ഒപ്പം ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അങ്ങനെ അതിനുശേഷമാണ് അതിൽ മരണം നടന്നിരിക്കുന്നത്. ഒപ്പം 21 ക്രൂ മെമ്പർമാരെ പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്തു. റോയൽ നേവി ഓഫ് ഒമാൻ ഈ സാഹചര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ആ നിലയ്ക്ക് അത് കൃത്യമായി അത്തരം വിവരങ്ങൾ അത് സംബന്ധിച്ച് പുറത്തു വരുന്നു. പക്ഷേ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തെ സംബന്ധിച്ച്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ റവല്യൂഷണറി ഗാർഡ് കോർ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് അവരുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഒരു വിവരങ്ങൾ ഇത് സംബന്ധിച്ച ഒരു വിവരം നൽകിയത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഖൈബർ മിസൈൽ ഉപയോഗിച്ച് തങ്ങൾ ആക്രമണം നടത്തി എന്ന് അവർ സമ്മതിക്കുന്നത്. അതിൽ കാര്യമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് 10th വേവിൻ്റെ ആക്രമണം എന്ന തരത്തിലാണ്, 10th വേവ് അറ്റാക്ക് എന്ന തരത്തിലാണ് അവർ അത് പറയുന്നത്. ആ ആക്രമണം ഫലം കണ്ടു എന്നവർ പങ്കുവയ്ക്കുന്നു. ആ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം ഇത് മറ്റൊരു പ്രധാന കാര്യം, ഈ ഒക്യുപ്പൈഡ് ടെറിട്ടറി, വെസ്റ്റ് ബാങ്കിലും ഒക്കെയുള്ള ഒക്യുപ്പൈഡ് ടെറിട്ടറികളിലേക്കും ഒരു വളരെ ഇൻറ്റൻസീവ് ക്യാമ്പയിൻ നടക്കും എന്ന് പറയുന്നു. മാത്രമല്ല ഈ മിലിറ്ററി ബേസിന് സമീപത്തുള്ള സാധാരണക്കാർ എല്ലാവരും മാറണം, ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന് IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഈ ബേസുകൾക്ക് നേരെ, മിലിറ്ററി ബേസുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാകും എന്ന കൃത്യമായ സൂചന നൽകുന്നു. അതിന് സമീപത്ത് താമസിക്കുന്ന റെസിഡൻസ്, അതിന് സമീപത്ത് താമസിക്കുന്ന സാധാരണക്കാരും സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളും അവിടെ നിന്ന് മാറി താമസിക്കണം, മിലിറ്ററി ബേസുകൾക്ക് സമീപത്ത് നിന്ന് മാറണം എന്ന് പറയുന്നു. അതുപോലെ സെക്യൂരിറ്റി സെൻറ്റേഴ്സ് ഉള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ, സെക്യൂരിറ്റി സെൻറ്റേഴ്സ് ഉള്ള മിഡിൽ ഈസ്റ്റിലെ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി താമസിക്കണം, സർക്കാർ സംവിധാനങ്ങളുടെ അടുത്തു നിന്നും മാറി താമസിക്കണം എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യാപകമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. 10th വേവ് ഓഫ് ടു പ്രോമിസ് ഓപ്പറേഷൻ ആണ് എന്ന പേരിലാണ് അവർ ഈ ആക്രമണം നടത്തിയത്. അതാണ് ടെൽ അവീവിലെ ഗവൺമെൻറ് കോംപ്ലക്സിലേക്ക് പതിച്ചു എന്നവർ അവകാശപ്പെടുന്നത്. അതാണ് ജെറുസലേമിലെ ഈസ്റ്റ് അൽ ഖ്വാദിൽ വീണു എന്നും റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ സേനയായ IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കും, ഇന്ത്യക്കാർക്കാകെയും കൂടുതൽ മലയാളികൾ, പഞ്ചാബികളൊക്കെയുള്ള ആളുകളാണ് കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത്. അപ്പോൾ കൂടുതൽ അത്തരത്തിൽ ബന്ധുക്കളടക്കമുള്ള നിരവധി പേർ, നമ്മളുടെ ഓരോ മലയാളിയുടെയും പരിചയത്തിൽ എത്രയെങ്കിലും പേർ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും അയൽക്കാരായും ഒക്കെ ആളുകൾ ഈ രാജ്യങ്ങളിലൊക്കെയുമുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെയും ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിൽക്കുകയാണ്. ഏതു സമയത്തും എവിടെയും എന്ത് ഉണ്ടായേക്കാം എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. മനു, നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ് ഇപ്പോഴും എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആകാംക്ഷയുടെ മുനയിൽ നിർത്തുന്നത്. അവിടെ
ഏതെങ്കിലും തരത്തിൽ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള അലി റേസ അറാഫി കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അങ്ങനെ ഇറാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? കിരൺ, നെതന്യാഹു അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൂടി നടത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം ഒരു 16 മണിക്കൂർ മുൻപേ വന്നിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണ്. അത് അവിടെ താൻ മൊസാദ് തലവൻ അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി സാഹചര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നെതന്യാഹു സ്ഥലം വിട്ടു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. നെതന്യാഹു ഇസ്രായേലിനകത്ത് തന്നെ നിൽക്കുന്നു. നിരന്തരം യുദ്ധമുഖത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു 15 മണിക്കൂർ മുമ്പ് നിരീക്ഷണം നടത്തിയതിൻ്റെ ഫോട്ടോയും ഒക്കെ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. മൊസാദ് തലവനെ കണ്ടതിൻ്റെ അതുപോലെ മറ്റ് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തിയതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ട്വിറ്ററിൽ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇറാൻ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഈ ആക്രമണം അത് എന്ത് തരത്തിൽ ഫലം കണ്ടു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അതിന് ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെ കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. എന്തുകൊണ്ട് അതിനൊരു ഉത്തരമില്ല എന്നത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലൊപ്പം തന്നെ ഇപ്പോൾ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ ഈ ടെഹ്റാന് മേൽ കേൾക്കുന്നു എന്നുള്ളത് അവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ജസീറ അടക്കം അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ശക്തമായ രീതിയിലേക്കുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ എന്തായാലും ഇറാനിലേക്ക് ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ഇറാനിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അറിയേണ്ടത് അയത്തുള്ള അലി റേസ അറാഫി കൊല്ലപ്പെട്ടോ എന്നുള്ളതും തിരിച്ച് ഇസ്രായേലിലേക്ക് ആ തരത്തിൽ ആക്രമണം നടത്തുകയും നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തി എന്നുള്ള അവകാശവാദം ശരിയാണോ എന്നുള്ളതുമൊക്കെയാണ് ഇപ്പോഴും. അപ്പോൾ ആ തരത്തിലേക്കുള്ള ടെഹ്റാന് നേരെയുള്ള ആക്രമണം തുടരുകയാണല്ലേ? ഈ പരസ്പരം ആക്രമണം തുടരുന്നു. ഇതിൽ ഇപ്പോൾ ഹെസ്ബുള്ളയും ഈ ആക്രമണത്തിൽ പങ്കാളികളായ ഒരു സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ ബെയ്റൂട്ടിലേക്ക് അവരുടെ ആക്രമണം ശക്തമായിട്ടുണ്ട്. ബെയ്റൂട്ടിൽ അവർ ആക്രമിക്കുന്നു. ബെയ്റൂട്ടിൽ മുഴുവൻ പ്രദേശങ്ങളും കേന്ദ്രമാക്കി റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ പ്രത്യേകിച്ച് നോർത്തേൺ ബെയ്റൂട്ടിൽ ആക്രമണം അവർ ശക്തമായി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ഈ വരുന്ന എനിക്ക് ഇസ്രായേലിലെ ടൈംസ് ഓഫ് ഇസ്രായേലിലൊക്കെ നൽകുന്നൊരു ചെറിയ വിവരം അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളോട് ഒരു ഷെൽട്ടറിൽ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അവരെ ഈ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്ന് അവരോട് വളരെ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടുത്തെ ക്നെസറ്റ് കമ്മിറ്റി മെമ്പർമാരോട് ഈ പാർലമെൻറ്റ് അംഗങ്ങളോട് സമിതിയോട് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ലക്ഷ്യമാക്കി മാറണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലി എയർഫോഴ്സിൻ്റെ പുതിയ ട്വീറ്റ് വന്നിട്ടുണ്ട്. അവർ പുതിയ പുതിയ ഒരു ആക്രമണ പരമ്പര തെഹ്റാനിലേക്ക് തങ്ങൾ ആരംഭിച്ചു എന്ന ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്നൊരു അവർ സമ്മതിക്കുന്നൊരു വിവരം 2 പേർക്ക് അവിടെ ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ബീർ ഷീബ എന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ സദേൺ ഇസ്രായേലിലാണ് ബീർ ഷീബയുള്ളത്. ബീർ ഷീബയിൽ അവിടെ ആക്രമണം നടന്നു, അവിടെ ആളുകൾക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ എല്ലായിടത്തും സൈറണുകൾ മുഴങ്ങുന്നു. അതുപോലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ജനപ്രതിനിധികളോട് മാറി സുരക്ഷിത ബങ്കറുകളിലേക്കും താവളങ്ങളിലേക്കും നീങ്ങാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ ഹെസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ ആക്രമണം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ഇത് സാവധാനം അവസാനിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നം അതിവേഗം അവസാനിക്കും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലേക്ക്
ഉള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഏതായാലും US മിലിറ്ററി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് അമേരിക്കൻ വിമാനത്തെ F-15 സ്ട്രൈക്ക് ഈഗിൾ എയർക്രാഫ്റ്റിനെ അബദ്ധത്തിലാണ് അതിനെ ആക്രമിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിലല്ല അമേരിക്കയുടെ F-15 സ്ട്രൈക്ക് ഈഗിൾ എയർക്രാഫ്റ്റ് ആക്രമിക്കപ്പെട്ടത് എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്ക അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. സ്ട്രൈക്ക് ഈഗിൾ ഇത് അമേരിക്ക നടത്തുന്ന ഈ ഓപ്പറേഷൻ എപ്പിഫ്യൂരിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു. ആ എപ്പിഫ്യൂരി എന്ന എപ്പിക് ഫ്യൂരി എന്ന അമേരിക്കയുടെ ഈ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ കുവൈറ്റിൽ എത്തിയപ്പോഴാണ് കുവൈറ്റിൽ ഒരു ഫ്രണ്ട്ലി ഫയർ ആക്സിഡൻ്റ് എന്നാണ് അമേരിക്ക അതിനെ വിശേഷിപ്പിക്കുന്നത്. കുവൈറ്റിൽ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു. അങ്ങനെയാണ് അത് ക്രാഷ് ആയത് എന്ന് പറയുന്നു. അപ്പോൾ ഇറാനിയൻ എയർക്രാഫ്റ്റ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ ഇതെല്ലാം US ഫൈറ്റർ ഫോഴ്സുകൾ വളരെ ശക്തമായി അവിടെ നേരിടുന്നു. അതിൻ്റെ നടുവിലാണ് ഈ ഖത്തറിൽ വന്ന ഈ ആക്രമണം തെറ്റായി അമേരിക്കൻ ഫൈറ്റർ ജെറ്റിന് നേരെ ഉണ്ടായത് എന്ന് പറയുന്നു. ഏതായാലും ആ ഫൈറ്റർ ജെറ്റിൽ ഉണ്ടായിരുന്ന 6 ക്രൂ മെമ്പർമാരും സുരക്ഷിതരായി എജക്റ്റ് ചെയ്തിരിക്കുന്നു. അവർ പുറത്തേക്ക് പാരഷൂട്ട് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ അമേരിക്ക നൽകുന്നു. മാത്രമല്ല കുവൈറ്റും ഇതിലൊരു സ്ഥിരീകരണം നൽകിയെന്നും കുവൈറ്റ് ഡിഫൻസ് ഫോഴ്സും ഇതിൽ തങ്ങൾ ഇനിയും തുടർന്നും അമേരിക്കയ്ക്കൊപ്പം നിലനിൽക്കും എന്ന പ്രഖ്യാപനം നൽകിയതായും ഇത് അബദ്ധത്തിൽ സംഭവിച്ച ഒരു ആക്രമണമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി പറയുകയും ചെയ്യുന്നു. മനു, അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അവരുടെ ആക്രമണം ഇനി അമേരിക്കയെ സംബന്ധിച്ച് ഒരു F-15 വിമാനം തകർത്തിട്ടു എന്ന് പറഞ്ഞാൽ ആ F-15 ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ശത്രു സേനയ്ക്കും അങ്ങനെ ഒരു വിമാനം തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. അത് തകർത്തുവന്ന് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച തെളിവുകളടക്കം പുറത്തുവിട്ട് ഇത് കുവൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഉണ്ടായ ശത്രു സേനയാണോ സ്വന്തം സേനയാണോ സഹായിക്കാൻ വന്നവരാണെന്ന് അറിയാതെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ തകർന്നു വീണതാണോ? അങ്ങനെ ഒരു തെളിവുകൾ അങ്ങനെ എന്തെങ്കിലും പുറത്തുവിട്ടിട്ടുണ്ടോ? ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രസ്താവനകൾ മാത്രമാണ്. ഇരു രാജ്യങ്ങളും ഇത് അംഗീകരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് തെളിവുകളൊന്നും ഇപ്പോൾ നൽകിയിട്ടില്ല. തങ്ങളുടെ വിമാനത്തിന് നേരെ ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം, അതിനെ ഫ്രണ്ട്ലി ഫയർ അറ്റാക്ക് എന്ന തരത്തിൽ പറഞ്ഞ് അമേരിക്ക പറയുന്നു. മാത്രവുമല്ല അതിലെ അംഗങ്ങൾക്ക് എല്ലാം രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസം പകരുന്ന വാക്ക് എന്ന തരത്തിൽ അവർ വ്യക്തമാക്കുകയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.